നല്ല സ്ട്രോങ്ങും ബ്രേവുമായിട്ടുള്ള പടയാളികളായിരുന്നു വില്ലന്റെ സൈഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവന് കിട്ടിയ ആൾക്കാർ ഉറക്കം തൂങ്ങികളും ടി വി പ്രാന്തന്മാരും പിന്നെ തവളച്ചാട്ടം ചാടുന്നവനുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ സ്നേഹിക്കുന്ന പെണ്ണ് ടോയ്സിന്റെ കാര്യം അറിയാൻ അവനെ വിളിക്കുകയാണ്. സ്നേഹിക്കുന്ന പെണ്ണെന്ന് ഉദ്ദേശിച്ചത് അവ അങ്ങോട്ട് മാത്രമാണ്. അവർക്ക് വേറെ ലൈൻ ഉണ്ടായിരുന്നു. അവർ സംസാരിക്കുന്ന മൊത്തം ഈ വില്ലന്മാരെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവന്മാരുടെ വിചാരം ഇവന്റെ യഥാർത്ഥ കാമുകിയാണെന്നാണ്. അവക്കിട്ടൊരു പണി കൊടുത്താൽ മറ്റവന്റെ കയ്യിൽ നിന്ന് ആർത്തരെ നമുക്ക് ഈസിയായി സ്വന്തമാക്കാം എന്ന് കരുതി അവളുടെ വീട്ടിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ബാർബികളെല്ലാം ജീവൻ വെപ്പിച്ച് ഒരു പെൺ സൈന്യത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യാം എന്ന് അവന്മാർ തീരുമാനമെടുത്തു. അതിനുവേണ്ടി മരിച്ചുപോയി സോൾജർ ചിപ്പെടുത്ത് ആ ബാർബികളെ ദേഹത്തിട്ടു. ഇനി അവര് തന്റെ യജമാനു വേണ്ടി എന്തും ചെയ്യും. ആ പെണ്ണ് റൂമിലേക്ക് വന്നതും ജീവൻ വന്ന ബാർബികൾക്ക് ഒരു ടെറർ ലുക്കായിരുന്നു. അത് വെച്ച് പേടിപ്പിച്ച് അവളുടെ മൈൻഡ് ഔട്ട് ആക്കുന്നു. എന്നിട്ട് എല്ലാവരും ടീമായിട്ട് അവളുടെ അടുത്തേക്ക് പോയി നൂല് വെച്ച് കാലൊരു കുഴിക്കിടുന്നു. ഗേൾ ഫ്രണ്ട് നിലവിളിക്കുന്ന സൗണ്ട് കേട്ട് ബോയ് ഫ്രണ്ട് ഓടി മേലേക്ക് വന്നു. നോക്കിയപ്പോൾ കുറച്ച് പാവകള് അവളുടെ വായിൽ തുണി തിരികെ കെട്ടിയിട്ടിരിക്കുന്നു. പക്ഷെ അവനുള്ള പണി പുറകെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തീ ഊതി അവന്റെ കാലിട്ട് കൊടുത്തു. പാന്റ് മൊത്തം തീ പിടിച്ചുകൊണ്ട് അത് അയച്ചു കളഞ്ഞ് നിക്കറ് മാത്രം ഇട്ടുകൊണ്ട് ഓടി.